IBM 2 വർഷം കൊണ്ട് 3000 പേരെടുത്തു. 20 ലക്ഷമാണ് പെർ ആനം സാലറി ആവറേജ്. 600 കോടിയായി. ഇന്നലെ ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് ആയിരുന്നില്ലേ മിഞ്ഞാന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ടെക്സ്റ്റൈൽ കോൺക്ലേവ് ഉണ്ടായി. അപ്പൊ ഒരു ആള് പറഞ്ഞു, സാർ 99% മൈഗ്രന്റ് ലേബറാണ്, ഇവർ ഇവിടെ ഒന്നും ചെലവായിക്കുന്നില്ല, ഇവര് ചോറും ഉരുളങ്ങനെ ബാക്കിയൊക്കെ അങ്ങോട്ട് അയക്കുകയാണ്, നമ്മുടെ എക്കണോമിക്ക് വലിയ ഗുണമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി ആകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ വരിക, റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പൊ ഉണ്ട്, ചെറുപ്പക്കാർ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുന്നില്ല. അവർ കേരളത്തെ മൊത്തം നമ്മൾ ഷോക്കേസ് ചെയ്യും. അവർക്ക് പല കൺസൾട്ടൻസി ഏജൻസ് അനാലിറ്റിക്സ് എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇപ്പൊ ശ്രീധർ ബംബുവിന്റെ സോഹ കമ്പനി അവർ തെരഞ്ഞെടുത്ത് കൊല്ലം ജില്ലയിലൊരു ഗ്രാമമാണ്. ജാക്കി ജാന്റെ സിനിമയുടെ ഒക്കെ ഹോളോഗ്രാഫിക് സാധനങ്ങൾ ചെയ്യുന്ന കമ്പനി, ഇറ്റാലിയൻ കമ്പനി, അവർ തെരഞ്ഞെടുത്ത് എന്റെ മണ്ഡലത്തിൽ തന്നെയാണെങ്കിൽ നഗരത്തിലൊന്നുമല്ല, ഒരു ഗ്രാമത്തിൽ ആണ് തെരഞ്ഞെടുത്തിട്ട് ശേഷം ഞാൻ അറിയുന്നത് ഇവർ അവിടെയാണ്. എന്താണ് ഗ്രാമം നഗരം വ്യത്യാസമില്ല, പല രീതിയിൽ. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞില്ലേ, അവർ നോക്കുമ്പോൾ നല്ല വായു, ശുദ്ധവായുവാണ്, നല്ല വെള്ളം, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ടാലന്റ് പൂൾ റെഡിലി അവൈലബിൾ ആണ്. ഇപ്പോ ഈ മേഖലയിലാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ ഇനി സാധ്യതയുള്ളത് സ്ഥലത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ ഞാൻ സന്തോഷ് കോശിയായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ മട്ടന്നൂർ ആദ്യത്തെ പ്ലാനായി 500 ഏക്കർ മാസ്റ്റർ പ്ലാനായി. അടുത്ത 500 ഏക്കർ കൂടി അവിടെ കിട്ടാനുണ്ട്. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട് സ്മാർട്ട് സിറ്റി പോലെ ഇവിടെ തുടങ്ങുന്നതും ഒരു സ്മാർട്ട് സിറ്റി ആയിരിക്കും, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇൻഡസ്ട്രി, അവിടെ കുറച്ച് കമേഴ്ഷ്യൽ ഏരിയ വേണം, ഹോട്ടൽ വേണം, കുറച്ച് ഫ്ലാറ്റ് വേണം, ഇതെല്ലാം ചേരുന്ന ആധുനിക ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇതാണ് പാലക്കാട് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഞങ്ങൾ കാണുമ്പോൾ. ഹോട്ടൽ വേണം, അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ അവിടുത്തെ ആൾക്ക് താമസിക്കാൻ വേണം, മാള് വേണം, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി തന്നെ വേണം. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമായി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. കാസർഗോഡ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷൻ കോർപ്പറേഷൻ MD കൃഷി വകുപ്പ് മന്ത്രിയും കൂടി ചേർന്ന് ഒരു ചർച്ച നടത്തുകയുണ്ടായി. അവരെങ്കിലും ഒത്തിരി സ്ഥലമുണ്ട്, അതിലിപ്പോ ഒരു 100 ഏക്കർ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ അവരെന്നെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു, ഒരു എസ്റ്റേറ്റ് പാർക്കായി, ഇൻഡസ്ട്രിയൽ പാർക്കാക്കി മാറ്റാൻ. അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് പുതിയ പാർക്ക് വരികയാണ്. ചീമേനി, പയ്യന്നൂർ 2 IT പാർക്കുകൾ, അത് ഇൻഡസ്ട്രിയൽ പാർക്കാക്കാൻ ഞങ്ങൾക്ക് നൽകാൻ നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തീരുമാനിച്ചെങ്കിലും നടപടിക്രമങ്ങൾ കുറച്ച് നീണ്ടുപോയി. ഇപ്പോ അതിനകത്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അത് മിക്കവാറും 2 വ്യവസായ പാർക്കുകൾ, അതിലൊന്ന് കണ്ണൂർ ജില്ലയിലായിരിക്കും വരിക. ഇവിടെ തുടങ്ങിയ മറ്റ് പാർക്കുകളുടെ കാര്യം നമ്മുടെ ചെറിയ സംരംഭങ്ങളുടെ കാര്യം ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല. കണ്ണൂർ 7043 പുതിയ യൂണിറ്റ് വന്നു, 591 കോടി നിക്ഷേപം വന്നു. കാസർഗോഡ് 3234 യൂണിറ്റ് വന്നു, 218 കോടി നിക്ഷേപം വന്നു. കോഴിക്കോട് 7975 പുതിയ യൂണിറ്റ് വന്നു, 512 കോടി നിക്ഷേപം വന്നു. കണ്ണൂരിനൊക്കെ കൂടുതൽ യൂണിറ്റ് കോഴിക്കോട് ആണെങ്കിലും നിക്ഷേപം കൂടുതൽ കണ്ണൂരാണ്. വയനാട് ഞങ്ങൾ ആദ്യം ടാർഗറ്റ് ഇടുമ്പോൾ വയനാടിന് ഇരിക്കട്ടെ ഒരെണ്ണം മട്ടായിരുന്നു ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ പലർക്കും. അവരാണ് ആദ്യം 100% ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. ഫസ്റ്റ് 2773 യൂണിറ്റ് തുടങ്ങി, 252 കോടി. കാസർഗോഡിനൊക്കെ കൂടുതൽ 752 കോടി അവിടെ നിക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 50,000 തൊഴില് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. നിക്ഷേപം നിങ്ങൾ നോക്കിക്കോളൂ, ഈ ചെറിയ സംരംഭങ്ങളുടെയാണ്. ഒരു 2300 കോടി നിക്ഷേപം വന്നിട്ടുണ്ട് ഈ ചെറിയ സംരംഭങ്ങളിൽ. ഇതൊന്നും FTA ഒന്നല്ല. ചിലപ്പോ സ്വർണ്ണാഭരണം വ്യവസായ മൂലധനമായിട്ടുണ്ടാവും, ചിലപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് മൂലധനമായിട്ടുണ്ടാവും, ചിലപ്പോൾ കൈവായ്പ വാങ്ങിയ ലിക്വിഡ് ക്യാഷ് വ്യവസായ മൂലധനമായിട്ടുണ്ടാവും. എപ്പോഴാണോ ഓർണമെന്റ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായി ട്രാൻസ്ഫോം ചെയ്യുന്നത് അപ്പോൾ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. മറ്റത് കഴുത്തിൽ തന്നെ മാലയായി കിടക്കുകയാണ്. അത് തയ്യൽ മിഷനായി 2 പേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ വ്യവസായ മൂലധനായി തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു. ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഇനിയിപ്പോ ഒരു സാധ്യത, ഇപ്പോ ഇവിടെ 1000 ഏക്കറിലായിരിക്കുമല്ലോ ഈ മട്ടന്നൂർ നമ്മുടെ ഈ വ്യവസായ പാർക്ക് വരിക. അപ്പൊ അതിനൊരു കാച്ച്മെന്റ് ഏരിയ വരും. പാലക്കാടിൽ പണ്ട് ഈ പുഴ ഒഴുകുമ്പോൾ ആ പുഴയ്ക്ക് ചുറ്റും ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ട് കൃഷിക്ക് വേണ്ടി.